അദാനി തന്നെ വീണ്ടും ഒന്നാമൻ. ഇന്ത്യയിലെയും ഏഷ്യയിലെയും അതിസമ്പന്നരുടെ പട്ടികയെടുക്കുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അദാനിയാണ്. യഥാർത്ഥത്തിൽ മുകേഷ് അംബാനിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മുകേഷ് അംബാനിയെ തന്നെ പിന്നിലാക്കിക്കൊണ്ടാണ് അദാനി തന്റെ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദാനി അല്പം ക്ഷീണത്തിൽ തന്നെയായിരുന്നു. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ച് നാളത്തേക്ക് അദാനിയുടെ ഓഹരികളെല്ലാം തന്നെ അല്പം താഴോട്ട് പോയെങ്കിലും ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം ചെറിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അദാനിയുടെ ചില ഗ്രൂപ്പുകൾക്കെല്ലാം സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സുപ്രീം കോടതി വിധി പോലും അദാനിക്ക് അനുകൂലമായി വരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് സ്പെഷ്യൽ ടീമിന്റെ അന്വേഷണം ആവശ്യമില്ല എന്ന് പറയുന്നു. സെബി തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന് സുപ്രീം കോടതി വിധി വരുന്നു. അതിന് 2 ദിവസങ്ങൾ നീങ്ങുമ്പോൾ വീണ്ടും അദാനി ഒന്നാം സ്ഥാനത്ത് എത്തുകയാണ്. അതായത് അതിസമ്പന്നരുടെ പട്ടികയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തേക്ക് മുകേഷ് അംബാനിയെ പോലും പിന്നിലാക്കിക്കൊണ്ട് അദാനി തന്നെ എത്തുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനിയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായിട്ടുള്ള ഗൗതം അദാനി ഇന്ത്യൻ അതിസമ്പന്നരിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ബ്ലൂംബർഗ് ശതകോടീശ്വര പട്ടിക പ്രകാരം ഏഷ്യയിലെയും ഏറ്റവും വലിയ അതിസമ്പൻ അദാനി തന്നെയാണ്. 97.6 ശതകോടി US$ അദാനിയുടെ നിലവിലത്തെ ആസ്തി. അതേസമയം തന്നെ 97 ശതകോടി US$ സമ്പാദ്യം അംബാനിക്കുമുണ്ട്. ഇരുവരുടെയും ആസ്തി തമ്മിലുള്ള അന്തരം വെറും 600 ദശലക്ഷം US$ ആണെങ്കിലും സ്റ്റോക്കിലെ കുതിച്ചുചാട്ടം കാരണം അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ സമ്പത്ത് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബ്ലൂംബർഗ് ഗ്ലോബൽ ശതകോടീശ്വര പട്ടികയിൽ 12ാം സ്ഥാനമാണ് ഇപ്പോൾ അദാനിക്കുള്ളത്. അംബാനിക്കാകട്ടെ 13ാമതും. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ ഇന്ത്യക്കാരനും അദാനി തന്നെയാണ്. ഒരു ദിവസത്തിനുള്ളിൽ ഗൗതം അദാനിയുടെ ആസ്തി എന്ന് പറയുന്നത് 7.7 ശതകോടി $ആണ് വർദ്ധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള സമ്പത്തിൽ 13.3 ശതകോടി $. വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തി നേട്ടം കൈവരിച്ചയാളുമായി അദാനി മാറി. ഈ വർഷം തന്റെ ആസ്തിയിൽ 10 ശതകോടി $. സമ്പാദ്യമുണ്ടാക്കിയ അംബാനി 2ാം സ്ഥാനത്തേക്കും എത്തി. യഥാർത്ഥത്തിൽ ഇതിനുള്ള കാരണം എന്താണ്? ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷമാണ് അദാനി ഗ്രൂപ്പിന് വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം അദാനിക്ക് വലിയ ക്ഷീണം സംഭവിച്ചിരുന്നുവെങ്കിലും ഇനിയൊരു തിരിച്ചുവരവിലേക്ക് അല്പം ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിലുള്ള പഠനങ്ങളെല്ലാം തന്നെ വന്ന സമയത്തും അദാനി ഗ്രൂപ്പ് ഒട്ടും തന്നെ പുറകിലോട്ട് പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആ സമയത്തെ കണക്കുകളെല്ലാം തന്നെ കാണിച്ചു തരുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു കമ്പനിയെങ്കിലും ഒരു ദിവസം മുൻപന്തിയിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ, അതായത് ഒരു 3-4 ആഴ്ചകൾ പിന്നിടുമ്പോഴത്തേക്കും അദാനി ഗ്രൂപ്പ് വീണ്ടും വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ സമയത്തെ റിപ്പോർട്ടുകളെല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദാനി ഗ്രൂപ്പ് പുതിയ പുതിയ പ്രൊജക്ടുകളുമായി എത്തുന്നു. വീണ്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റം വ്യാവസായിക രംഗത്ത് തന്നെ ഉണ്ടാക്കാനായിട്ട് അദാനി ഗ്രൂപ്പിന് സാധിക്കുകയെല്ലാം ചെയ്യുന്നു. ആ സാഹചര്യത്തിലാണ് വീണ്ടും സുപ്രീം കോടതിയുടെ ഒരു റിപ്പോർട്ട് വരുന്നത്. അതായത് സെബിയാണ് അദാനി ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടുമായി, അതായത് ഓഹരി വില വലിയ തോതിൽ കൂട്ടിക്കാണിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് സെബിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷണമെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ ആ അന്വേഷണത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, ഒരു സ്വതന്ത്ര ഏജൻസി ഏൽപ്പിക്കണമെന്നുള്ള വാദമെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹർജികളെല്ലാം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിനൊന്നും മുതിരേണ്ട ആവശ്യമില്ല. കാരണം ഹിൻഡൻബർഗിൻ്റേത് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഒരു ഔദ്യോഗിക റിപ്പോർട്ടായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ വാദം. അതുകൊണ്ട് തന്നെ സെബിക്ക് 3 മാസത്തെ കാലയളവ് നീട്ടിക്കൊടുക്കുകയും സെബി തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ മതി എന്നെല്ലാം തന്നെ സുപ്രീം കോടതി പറയുന്ന സാഹചര്യമെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായത്. അതിനുശേഷമാണ്, അതിന് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോൾ മാത്രമാണ് അദാനിക്ക് ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം ഈ ഓഹരി വിപണിയിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. അത് മുകേഷ് അംബാനിയെ പോലും പിന്നിലാക്കിക്കൊണ്ടാണ്. വലിയൊരു പിന്നിലാക്കുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കില്ല. ഏറ്റവും നിസ്സാരമായുള്ള ചില കണക്കുകൾ, ചില നമ്പറുകളിൽ മാത്രം വ്യത്യാസത്തിലാണ് ഇപ്പോൾ മുകേഷ് അംബാനി 2ാം സ്ഥാനത്തേക്കും ഗൗതം അദാനി 1ാം സ്ഥാനത്തേക്കും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ തന്നെ 5 അതിസമ്പന്നരുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഗൗതം അദാനിയുടേത് ആസ്തി എന്ന് പറയുന്നത് 97.6 ശതകോടി US$ ആണ്. മുകേഷ് അംബാനിയുടേത് 97 ശതകോടി US$ ആണ്. അതുപോലെ തന്നെ ഷാംപൂർ മിസ്ത്രിയുടേത് 34.6 ശതകോടി US$ ആണെങ്കിൽ ശിവ് നഡാറിന്റെ 33 ശതകോടി US$ ആണ്. അതേസമയം തന്നെ അസിം പ്രേംജി 25.7 ശതകോടി US$. ഈ ഒരു തലത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടിക നിൽക്കുന്നത്. അതായത് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് അദാനി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇനിയുള്ളൊരു താരതമ്യ പഠനം നടത്തുന്ന സാഹചര്യത്തിൽ
മുകേഷ് അംബാനിയും അതുപോലെ തന്നെ അദാനിയും തന്നെയാണ് ഈ ഒരു പോരാട്ടത്തിൽ നിൽക്കുന്നത്. ഇരുവരും ചെറിയൊരു അക്കങ്ങളുടെ മാത്രം വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സാഹചര്യമാണ്. ഇനി ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിശോധിക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അദാനിക്ക് ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ എങ്ങനെയായിരിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം ഹിൻഡൻബർഗ് വിഷയങ്ങളെല്ലാം തന്നെ മുന്നിട്ട് വന്നിരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അദാനി വിഷയം തന്നെയാണ്. അദാനി മോദി ബായ് ബായ് എന്നുള്ള മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വിളിച്ചു പറയുകയും അതിനെതിരെ കടുത്ത രീതിയിൽ പ്രക്ഷോഭം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും എന്നാൽ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും തളരില്ല എന്നുള്ള രീതിയിൽ അദാനിക്കെതിരെ വീണ്ടും എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയണം എന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെയും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോഴും അദാനിയെ വിട്ടിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ തരം കിട്ടുന്ന സമയത്തെല്ലാം തന്നെ അദാനിയെ വിമർശിക്കുന്നുണ്ട്, കൂട്ടത്തിൽ തന്നെ മോദിയെയും വിമർശിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്രയും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദാനി ഈ 1ാം സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്, എങ്ങനെയായിരിക്കും കേന്ദ്രം അത് കാണുന്നത്, എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഇതൊരു തുറുപ്പുചീട്ട എടുക്കാൻ സാധ്യതയുണ്ട്, പ്രതിപക്ഷം എങ്ങനെയാണ് അദാനിയുടെ ഈ വളർച്ചയെ നോക്കിക്കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും വലിയ രീതിയിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമാണെങ്കിലും വ്യാവസായിക പശ്ചാത്തലത്തിലാണെങ്കിലും തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സെബി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അദാനിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് തീർത്തും വിസ്മരിപ്പിക്കുന്നത് തന്നെയാണ് എന്ന് വേണം കരുതാനായിട്ട്.